Let's get let's get let's get let's get scratching. സംഘർഷങ്ങളാണ് പച്ചയായ ജീവിതത്തിൻ്റെ മുഖമുദ്ര. യുദ്ധക്കളത്തിൽ പരസ്പരം പോരടിക്കുന്ന രണ്ട് ന്യായ അന്യായങ്ങൾ തമ്മിലുള്ള കലഹമാണ് ഒരു തരത്തിൽ ജീവിതം. എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത DC എന്ന സിനിമയെപ്പറ്റിയാണ് ഇന്ന് നമ്മൾക്ക് പറയാനുള്ളത്. ഞാൻ നിങ്ങളുടെ രോഹിത്. ശരിതെറ്റുകൾ തീരുമാനിക്കുന്നത് ചുറ്റുപാടുകളും സാഹചര്യങ്ങളുമാണ്. അങ്ങനെ ചോരയുടെ മണമുള്ള ആ ഇരുട്ടറയിലേക്ക് ചെന്ന് വീഴപ്പെട്ട രണ്ടുപേരുടെ കഥയാണ് DC, അഥവാ ദാസ് ആൻഡ് ചന്ദ്ര. രണ്ടുപേർക്കും ബാല്യം രണ്ടു തരത്തിൽ നരകമായിരുന്നു. രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിൽ ബന്ധിതമായവർ. ജീവിതത്തിൽ സമാധാനം തേടിയുള്ള യാത്രകൾക്കിടെ യാദൃച്ഛികമായി ഇരുവരുടെയും കണ്ടുമുട്ടലുകളും ഒപ്പമുള്ളവരുമായുള്ള സൗഹൃദവും അതിലൂടെ ഉണ്ടാകുന്ന ആത്മബന്ധത്തിൻ്റെ ശക്തിയും സിനിമയിലുടനീളം ഉണ്ട്. തെറ്റും ശരിയും വിവിധ കാഴ്ചപ്പാടുകളിലൂടെയാണ് നിർവചിക്കപ്പെടുന്നത്. ആദ്യമായി ചെയ്യുന്ന തെറ്റുകൾക്കോ ശരികൾക്കോ ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് പോലെ ജീവിതത്തിൽ ഉടനീളം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇവിടെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ദാസും ചന്ദ്രയും നിരപരാധികളാണ്. കഥയിലേക്ക് വന്നാൽ ഒരു നോൺ ലീനിയർ സ്റ്റൈൽ പോലെ തുടങ്ങുന്ന രീതിയിലാണ് എടുത്തു വച്ചിരിക്കുന്നത്. കഥാപാത്രങ്ങളുടെ ആഴത്തിലുള്ള വൈകാരിക വിക്ഷോഭങ്ങൾ തിരക്കഥയിൽ പൂർണ്ണമായി നിഴലിച്ചു നിൽക്കുന്നുണ്ട്. സാങ്കേതികമായി ഒരു പെർഫെക്റ്റ് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് സിനിമയ്ക്കുള്ളത്. അതിനൊത്ത സംവിധാനവും. അഭിനയ പ്രകടനങ്ങളും സിനിമയെ കണ്ടെടുക്കാതെ തുടർന്ന് കാണാൻ പ്രേരിപ്പിക്കുന്നു. എന്നാൽ ഇതൊരു വിഭാഗം പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമുള്ള സിനിമയാണ്. നിങ്ങളുടെ അഭിരുചി വയലൻസ്, പച്ചയായ ജീവിതം, സംഘർഷങ്ങളിലൂടെയുള്ള അതിജീവനം എന്നിവയാണെങ്കിൽ തീർച്ചയായും ഈ സിനിമ നിങ്ങളെ തൃപ്തിപ്പെടുത്തും. പക്ഷേ കുടുംബ പ്രേക്ഷകർ മറ്റൊരു ഓപ്ഷൻ തേടുന്നതാകും നല്ലത്. അപ്പോൾ മറ്റൊരു റിവ്യൂ ആയിട്ട് വീണ്ടും കാണാൻ ശ്രമിക്കാം. നന്ദി.